സോളാർ സമരകാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിച്ച് കെ മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ അണിയറ നീക്കങ്ങൾ സജീവമായിരുന്നുവെന്ന് ദല്ലാൽ നന്ദകുമാർ. തീരുമാനമെടുക്കാൻ മാണി വൈകിയത് കൊണ്ടാണ് നീക്കം നടക്കാതെ പോയത്. താനും പി സി ജോർജും ഇ പി ജയരാജനുമാണ് മാണിയുടെ വീട്ടിലെത്തി ചർച്ച നടത്തിയതും എന്നും നന്ദകുമാർ പറയുന്നു. സോളാർ സമരത്തിൻ്റെ തുടർച്ചയെന്നോണം അല്ലെങ്കിൽ അതിൻ്റെ മറ്റൊരു പടിയെന്നോണം നടന്ന മറ്റു ചില കാര്യങ്ങളെക്കുറിച്ച് തനിക്കറിയാമെന്നാണ് ടി ജെ നന്ദകുമാർ പറയുന്നത്. കെ എം മാണിയെ മുഖ്യമന്ത്രിയാകാൻ CPM ആവത് ശ്രമിച്ചിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ. താങ്കൾക്ക് ഇതിലുള്ള പങ്ക് എന്തായിരുന്നു? അതായത് സോളാർ സമരത്തിൻ്റെ തീവ്രഘട്ടം, അതായത് സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഉമ്മൻചാണ്ടി മന്ത്രിസഭ രാജിവെക്കുമെന്നുള്ള പീക്ക് സമയത്ത് സമരം പി സി ജോർജ് നമ്മളെ സമീപിച്ചു. കെ എം മാണിക്ക് മുഖ്യമന്ത്രിയായി LDF സപ്പോർട്ടോടുകൂടി ഉമ്മൻചാണ്ടി അട്ടിമറിക്കാൻ. കാരണം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള അച്യുതാനന്ദൻ നേതൃത്വം കൊടുക്കുന്ന അച്യുതാനന്ദൻ്റെ ശക്തിയുക്തമായ സമരമാണ്. ഗവൺമെൻറ്റിനെ മാറ്റപ്പെടണമെന്ന ആവശ്യം. അങ്ങനെ ഞാനും ഇ പി ജയരാജനും പി സി ജോർജും കൂടി മാണിയുടെ വീട്ടിൽ പോയി. പിണറായി വിജയൻ അദ്ദേഹം ഫോണിൽ സംസാരിച്ചു. കാരണം അദ്ദേഹത്തിന് വരാൻ പറ്റിയില്ല, കാരണം അദ്ദേഹം സമരരംഗത്ത് നിൽക്കുകയാണ്. ഞങ്ങൾ മാണിയെ കണ്ടു പറഞ്ഞു, നിങ്ങൾക്ക് LDF സഹായത്തോടെ മുഖ്യമന്ത്രിയാവാം. ഘടകകക്ഷികൾ പലരും വീക്കായി നിൽക്കുകയാണ്. തുടക്കത്തിലെ കെ എം മാണി താല്പര്യം കാണിച്ചില്ല. അപ്പം ഞാൻ അദ്ദേഹത്തോട് എക്സ്ക്ലൂസീവായിട്ട് പറഞ്ഞു, താങ്കൾക്ക് കോൺഗ്രസ്സിൽ നിന്നിട്ട് നഷ്ടമുള്ളൂ. എനിക്കൊരു നഷ്ടമില്ല. ഞാൻ പറഞ്ഞു നഷ്ടമുണ്ട്. താങ്കൾ ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗിനെയും കണ്ട് താങ്കളുടെ മകൻ ജോസ് കെ മാണിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും താങ്കളുടെ മകനെ അടുത്ത റീഷഫലിങ്ങിൽ MOS റോഡ്സ് ആൻഡ് ഹൈവേസ് കൊടുത്ത് ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു. താങ്കൾ തന്ത്രത്തിനായി തിരിച്ചു വന്നു. PJ കുര്യൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പോയി അട്ടിമറിച്ചു. ഇതോടുകൂടി കെ എം മാണി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരി സിബിയോട് പറഞ്ഞു, നമുക്കൊന്ന് സംസാരിക്കാം. ഇങ്ങനെ പാപഭാരമേറ്റ് അവിടെ നിൽക്കണേലും ഭേദമല്ലേ കേരള സ്റ്റേറ്റ് 1 പാലാ നഗരത്തിൽ കൂടി അതിമനോഹരമായി പോകണമെന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം എൻ്റെ ഷോൾഡറിൽ തട്ടി ചിരിച്ചിട്ട് പറഞ്ഞ്, കാരണം അദ്ദേഹം വലിയൊരു രാഷ്ട്രീയക്കാരനോടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ജോസഫിന് വിശ്വാസത്തിലെടുക്കാമോ? കാരണം അന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല. പക്ഷേ കരുണാകരനെ എങ്ങനെ കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്ത് മുഖ്യമന്ത്രിയാവാമെന്ന് അട്ടിമറിച്ച മുരളിയുടെ അതേ ദൗത്യം ജോസ് കെ മാണി നയിച്ചു. ഇന്ന് ആ ജോസ് കെ മാണി LDFൻ്റെ കൂടെയാണ്. അതാണ് കാലം. സോളാർ സമരവും ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതായത് സോളാർ സമരത്തിൻ്റെ ഡിമാൻഡ് എന്താ? ഉമ്മൻചാണ്ടി മന്ത്രിസഭ രാജിവെക്കണം. അതിനിടെ LDF ഒരു ശ്രമം നടത്തി. മാണി അതിന് തയ്യാറായി. ജോൺ മുണ്ടക്കയം പറഞ്ഞ കഥയ്ക്ക് പുറത്തുള്ള മറ്റൊരു കഥയാണ്. ആ ദൗത്യത്തിൽ ദൗർബല്യം നേരിട്ടുകൊണ്ടാണ് 56 വെട്ടിനെ മറികടക്കണമെങ്കിൽ തിരുവഞ്ചൂരിൻ്റെ കണ്ടീഷന് വഴങ്ങേണ്ടി വന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ മന്ത്രിസഭ പോയി. കെ എം മാണി സമ്മതിച്ചു കഴിഞ്ഞാൽ അന്ന് ഘടകകക്ഷികളെല്ലാം ലൂസാവും. മാണിയോടൊപ്പം LDF സപ്പോർട്ട്, പുതിയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്ന് ആൻറ്റിക്കേപ്പിഡാണ്. കാരണം അദ്ദേഹം പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ആകെ തിരുവഞ്ചൂരേ ഉള്ളു. മനസ്സിലായില്ലേ? ആ ദൗത്യത്തിൻ്റെ ദൗർബല്യങ്ങളാണ് സമരത്തെ പിൻവലിച്ച് അന്വേഷണ കമ്മീഷനെ വച്ച് CPMന് പിന്മാറേണ്ടി വന്നത്. മനസ്സിലായില്ലേ? അന്ന് കെ എം മാണിയുടെ ഭാഗത്ത് വന്ന അപാകതയുമുണ്ട്. അദ്ദേഹം തീരുമാനം എടുക്കാൻ വൈകി. പൊളിറ്റിക്സിൽ എപ്പോഴും ടൈം ഫ്രെയിമാണ്.